ടേസ്റ്റി ഹോംലി ട്രീറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പുതിയ വിഭവമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പത്തിനും ചപ്പാത്തിക്കും പൂരിക്കുമൊക്കെ നമ്മൾ വെജിറ്റബിൾ മസാലക്കറി ഉണ്ടാക്കാറുണ്ടല്ലോ. അതിന് പകരം സോയാബീൻ കൊണ്ട് മസാലക്കറി ഉണ്ടാക്കി നോക്കാം. ആദ്യമായി ഒരു പാനിൽ 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് ചൂടാക്കുക. അതിലേക്ക് 1/2 കപ്പ് സവാള അരിഞ്ഞത് ഇട്ട് വഴറ്റുക. കുറച്ച് കറിവേപ്പില ഇടുക. വഴറ്റിക്കൊണ്ടിരിക്കണം. ഒരു നുള്ള് ഉപ്പ് ചേർക്കുക. അതിനുശേഷം 2 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് ഇട്ട് വഴറ്റുക. നന്നായി വഴറ്റിക്കൊണ്ടിരിക്കണം. വഴന്നു വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ ഇട്ട് ഇളക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. വഴന്നു വരുമ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് വഴറ്റുക. അതിലേക്ക് 1/4 കപ്പ് തക്കാളി ചെറുതായി അരിഞ്ഞതും ഇട്ട് വഴറ്റുക. തക്കാളിയും ഉള്ളിയും എല്ലാം നന്നായി വഴന്നു വരണം. അതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. തക്കാളി ഒന്ന് വഴന്നു വരുമ്പോൾ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുക. അതും ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം 1/2 ടീസ്പൂൺ മുളക് പൊടി ഇടുക. അതും വഴറ്റി കൊടുത്ത് ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ സോയാബീൻ കുതിർത്ത് വെച്ചത് ഇട്ട് ഇളക്കുക. എല്ലാ മസാലയും അതിൽ പിടിക്കുന്നത് വരെ നമ്മളത് നന്നായി ഇളക്കി കൊടുക്കണം. 2-3 മിനിറ്റ് നേരം ഇളക്കിക്കൊണ്ടിരിക്കുക. നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഇളക്കുക. ഉപ്പ് പാകത്തിന് ഉണ്ടോ നോക്കി നമ്മൾ വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് മൂടി വെച്ച് വേവിക്കുക. ഈ സമയം 1 കപ്പ് തേങ്ങ മിക്സിയിലിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ചെടുക്കുക. തിളച്ച് വരുമ്പോൾ കറി തിളച്ച് വരുന്ന സമയത്ത് ഈ അരച്ചു വെച്ച തേങ്ങ അതിൽ ചേർത്ത് ഇളക്കുക. ആവശ്യത്തിന് വെള്ളം ചേർക്കാം. നന്നായി ഇളക്കി മിക്സ് ചെയ്ത് അടച്ച് വെച്ച് 2 മിനിറ്റ് വേവിക്കുക. ഇപ്പോൾ നമ്മുടെ മസാലക്കറി നന്നായി വന്നിട്ടുണ്ട്. പാകത്തിന് വെള്ളവും നല്ല മണവും ഒക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ മസാലക്കറി റെഡി ആയിരിക്കുന്നു. ഇതിലേക്ക്
1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. കുറച്ച് മല്ലിയില അരിഞ്ഞതും ചേർക്കുക. ഒന്ന് ഇളക്കി മൂടി വയ്ക്കാം. നമ്മളുടെ സ്വാദിഷ്ടമായ വളരെ രുചികരമായ മസാലക്കറി റെഡിയായിരിക്കുന്നു. ഈ മസാലക്കറി നമുക്ക് പാലപ്പത്തിനും ചപ്പാത്തി, പൂരി എന്നിവയുടെ കൂടെ കഴിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇത് വളരെ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ വരെ നമുക്ക് പിന്നെ കാണാവുന്നതാണ്.